ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാനൽ ബോർഡ് കാര്യങ്ങളുണ്ട്. പാനൽ ബോർഡ് എർത്ത് എങ്ങനെയാണ്, പാനൽ ബോർഡ് എർത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഓരോ ബിൽഡിങ്ങുകളിലെ ഓരോ റൂമുകളിലേക്കും അതുപോലെ തന്നെ ഓരോ സെക്ഷനിലേക്കും ഓരോ ഫ്ലോറുകളിലേക്കും പോയിരിക്കുന്ന എർത്തിൻ്റെ രീതി എങ്ങനെയാണ്, അതിലേക്ക് എങ്ങനെയാണ് എർത്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽ നോക്കുന്നത്. ഇതിപ്പോൾ ഓരോ നിലകളിലേക്കും, അതായത് ഓരോ ഫ്ലോറിലേക്കും കൊണ്ടുപോയിരിക്കുന്ന പാനൽ ബോർഡിൻ്റെ, അതായത് ട്രേ ചെയ്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ട്രേയിലൂടെയാണ് കേബിളുകളാണ് കൊണ്ടുപോയിരിക്കുന്നത്. പല ടൈപ്പ് കേബിളുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എർത്തും കൊണ്ടുപോയാണ് നിങ്ങൾ കാണാൻ സാധിക്കും. ഒരു കോപ്പറിൻ്റെ പ്ലേറ്റ് കണ്ടോ, ഈ പ്ലേറ്റ് വഴിയാണ്, അത് ഈ കോപ്പറിൻ്റെ തകിട് പോലെ ആ വഴിയാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ ഓരോ സെക്ഷനിൽ ഇവിടെ വന്നതിന് ശേഷം നമ്മളിത് അത് ഓരോ സെക്ഷനിൽ പോയതിന് ശേഷം ഈ പാനൽ ബോർഡിൻ്റെ സൈഡിൽ ബെഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ബെഞ്ച് നമ്മൾ എക്സ്ട്രാ ആ പ്ലേറ്റ് തുളച്ചിട്ട് എക്സ്ട്രാ ബെഞ്ച് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഓരോ സെക്ഷനിൽ നിന്ന് വരുന്ന എർത്ത്, പല സെക്ഷനിൽ നിന്ന് വരുന്ന എർത്ത് നമ്മൾ അതിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന, മുകളിലേക്ക് നമ്മൾ ഈ കോപ്പറിൻ്റെ പ്ലേറ്റാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ കൊണ്ടുപോയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഏതൊക്കെ റൂമുകളിലേക്കാണോ, അതുപോലെ തന്നെ ഏതൊക്കെ ഫ്ലോറുകളിലേക്കാണോ നമുക്ക് എർത്ത് കൊണ്ടുപോകുന്നത്, DBയിൽ നിന്ന് എർത്ത് വരുന്നത്, ആ എർത്ത് എല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ ഇതുപോലെ ബെഞ്ചിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഈ എർത്ത് അവസാനം നമ്മൾ ഇതുപോലെ തന്നെ പാനൽ ബോർഡ് കൊടുത്തതിന് ശേഷം നേരെ നിന്നിട്ട് ഏറ്റവും താഴെ നല്ല രീതിയിലൊരു കുഴിയെടുത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് എർത്ത് ചെയ്താണ് കളയുന്നത്. ഇതിപ്പോൾ നമ്മൾ കേബിളിൻ്റെ ഗ്ലാൻഡിങ്ങിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നേരത്തെ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ ഫ്ലോറുകളിൽ നിന്നുമുള്ള പ്ലേറ്റാണ്. നമ്മൾ ഫ്ലോറുകളിൽ നിന്ന് ഈ സെക്ഷനിലേക്കാണ് പോയിരിക്കുന്നത്. ഫ്ലോറുകളിൽ നിന്ന് വരുന്ന എർത്താണ് ഈ വരുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ പാനൽ ബോർഡ് എർത്ത് ചെയ്യണം. പാനൽ ബോർഡ് എർത്ത് ചെയ്യാനായിട്ട് പാനൽ ബോർഡിൻ്റെ ഗ്ലാൻഡിങ് കേബിളിൻ്റെ ഗ്ലാൻഡ് നമ്മൾ പക്കയായിട്ട് എർത്ത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എർത്ത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബെഞ്ചിൽ നിന്ന് ഓരോ സെക്ഷനായിട്ട് നമ്മൾ തിരിച്ച് സ്ക്രൂ നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൽ നേരെ വന്നതിന് ശേഷം ഓരോ സെക്ഷനിൽ കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1, 2, 3 അതുപോലെ തന്നെ എണ്ണങ്ങൾ എത്ര കേബിളുകളുണ്ടോ ആ കേബിളുകൾ വന്നിരിക്കുന്ന കേബിളുകളെല്ലാം തന്നെ എർത്ത് ചെയ്യണം. എർത്ത് ചെയ്യുന്നത് ഗ്ലാൻഡിൻ്റെ മുകളിലായിട്ട് ഒരു കോപ്പറിൻ്റെ തന്നെ ചെറിയൊരു ക്ലാമ്പ് ഉണ്ട്. ആ ക്ലാമ്പ് ഇട്ടതിന് ശേഷം ടൈറ്റ് ചെയ്ത് അതുപോലെ തന്നെ ക്ലാമ്പ് ടൈറ്റ് ചെയ്തതിന് ശേഷം അത് നേരെ നമ്മുടെ ബെഞ്ചിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2, 4, 5 ഈ സെക്ഷനിൽ മാത്രം തന്നെ 5 കേബിൾ വന്ന് ഈ 5 കേബിളും സെപ്പറേറ്റ് എർത്ത് ചെയ്ത് ബെഞ്ചിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ കോമൺ എർത്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എത്ര കേബിൾ ഇപ്പുറത്തെ സെക്ഷനിലേക്ക് പോകുന്ന കേബിളാണെങ്കിലും എത്ര വലിയ കേബിളാണെങ്കിലും ഗ്ലാൻഡ് പക്കയായിട്ട് എർത്ത് ചെയ്തിരിക്കണം. ഗ്ലാൻഡിൻ്റെ പുറത്തിട്ട് കേബിൾ ഗ്ലാൻഡിൻ്റെ പുറത്ത് നിന്നിട്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ ബെഞ്ചിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. അതായത് ഈ സെക്ഷനിൽ വരുന്ന ഈ എർത്തിൻ്റെ റോഡ് നമ്മൾ പറയുന്ന എല്ലാ ബിൽഡിങ്ങിൻ്റെ എല്ലാ സെക്ഷനിലേക്കും പോയിട്ടുണ്ട്. എവിടേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടേക്കാണ് ഏത് DBയിലേക്കാണ് പോയിരിക്കുന്നത് ആ DBയിൽ നിന്നെല്ലാം സെപ്പറേറ്റ് എർത്തുകൾ എടുത്ത് ആ ബെഞ്ചിലേക്ക് കണക്ട് ചെയ്യണം. ഇതുപോലെ തന്നെ ഈ ബെഞ്ച് ചെയ്ത പോലെ തന്നെ നമ്മുടെ മുകളിലത്തെ ഫ്ലോറിലേക്കും ഇതുപോലെ തന്നെ ട്രേ വഴിയാണ് കൊണ്ടുപോകുന്നത്. ട്രേ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങളിത് കാണിച്ചു തരാം. ട്രേ വരുന്നുണ്ടോ, ഈ ട്രേയുടെ ഉള്ളിലൂടെ അതേ രീതിയിൽ തന്നെയാണ് കോപ്പർ പ്ലേറ്റ് പോകുന്നത്. അത് ഇപ്പുറത്തെ സൈഡിലേക്കും കോപ്പർ പ്ലേറ്റ് വരുന്നുണ്ട്. ആ കോപ്പർ പ്ലേറ്റ് വന്നതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ബെഞ്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ വരുന്ന കേബിളുകളെല്ലാം തന്നെ ആ കേബിളിൻ്റെ ഗ്ലാൻഡിങ്ങിൻ്റെ സെക്ഷൻ ആണെങ്കിൽ ഗ്ലാൻഡിങ്ങിൻ്റെ നേരെ എടുത്തതിന് ശേഷം കോപ്പർ എർത്ത് ചെയ്ത് ആ കോപ്പറിൻ്റെ ഷീറ്റ് ഉപയോഗിച്ച് എർത്ത് ചെയ്ത് നേരെ നമ്മൾ ബെഞ്ചിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ബെഞ്ചിലേക്ക് കണ്ടോ ഈ സൈഡിൽ നമ്മൾ ബെഞ്ച് അതുപോലെ തന്നെ കോപ്പറിൻ്റെ പ്ലേറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇതും വരുന്നത് കോമൺ ആയിട്ട് തന്നെ രണ്ടും കൂടി സെക്ഷൻ ഒന്നിച്ചാണ് വരുന്നത്. അതിനുശേഷം ഈ രണ്ട് പ്ലേറ്റുകളും നമ്മൾ എടുത്തതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു കുഴിയെടുത്ത് അതിലേക്ക് നമ്മൾ വലിയൊരു പ്ലേറ്റാണ് കോപ്പറിൻ്റെ നല്ല തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ ഏകദേശം ഒരു 6 അടി വരുന്ന ഒരു കോപ്പർ പ്ലേറ്റാണ്. അതുപോലത്തെ 2 പ്ലേറ്റുകൾ നമ്മൾ വലിയൊരു കുഴിയെടുത്തതിന് ശേഷം അതിലേക്ക് താത്തി എർത്ത് ചെയ്ത് കളയുന്നു. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ എർത്ത് കാര്യങ്ങളും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ എർത്തും ഏത് സെക്ഷനിൽ നിന്ന് വരുന്ന എർത്ത് കാര്യങ്ങളെല്ലാം ഈ ബെഞ്ചിൽ ലിങ്ക്ഡ് ആയി കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.